പ്രിയ വിദ്യാർത്ഥികളെ, ഹിസ്റ്ററി ഓഫ് ന്യൂസ് പേപ്പേഴ്സ് എന്ന മൂന്നാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ സെഷൻ ആണിത്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ പരിശോധിച്ച പത്രങ്ങളെല്ലാം തന്നെ ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ ആരംഭിച്ച പത്രങ്ങളായിരുന്നു. ഇന്ന് ഈ സെഷനിൽ നമ്മൾ പരിശോധിക്കുന്നത് ഇന്ത്യക്കാർ ആരംഭിച്ച പത്രങ്ങളെക്കുറിച്ചാണ്. ഒരു ഇന്ത്യക്കാരൻ ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യ ഇംഗ്ലീഷ് പത്രമാണ് ദ ബംഗാൾ ഗസറ്റ്. 1816 കൽക്കട്ടയിൽ നിന്നും ഗംഗാധർ ഭട്ടാചാർജി ആണ് ഈ പത്രം പുറത്തിറക്കിയത്. ഇന്ത്യൻ ഭാഷാ ദിനപത്രങ്ങളുടെ പിതാവായി അറിയപ്പെടുന്നത് സാമൂഹിക പരിഷ്കർത്താവായ രാജാറാം മോഹൻ റോയിയാണ്. രാജാറാം മോഹൻ റോയ് കൽക്കട്ടയിൽ നിന്നും 3 പത്രങ്ങൾ ആരംഭിച്ചു. മറ്റനേകം പത്രങ്ങൾ തുടങ്ങുന്നതിന് ആവശ്യമായ സാഹചര്യം ഒരുക്കിക്കൊടുക്കുകയും ചെയ്ത വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. എന്തൊക്കെയാണ് രാജാറാം മോഹൻ റോയിയുടെ ഇന്ത്യൻ പത്രപ്രവർത്തന മേഖലയ്ക്കുള്ള സംഭാവനകൾ എന്ന് പരിശോധിക്കാം. സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയിൽ രാജാറാം മോഹൻ റോയിയെ നമുക്കറിയാം. സതി എന്ന അനാചാരം നിരോധിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. സാമൂഹിക പരിഷ്കരണത്തിന് രാജാറാം മോഹൻ റോയ് ഉപയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂൾ ആണ് പത്രങ്ങൾ. അദ്ദേഹം 3 പത്രങ്ങളാണ് കൽക്കട്ടയിൽ നിന്നും ആരംഭിച്ചത്: സംബാദ് കൗമുദി, മിറാത്തുൽ അക്ബർ, ബ്രാഹ്മണിക്കൽ മാഗസിൻ. രാജാറാം മോഹൻ റോയ് ആരംഭിച്ച ആദ്യ പത്രം സംബാദ് കൗമുദി. 1821 ബംഗാളി ഭാഷയിലാണ് ഈ പത്രം ആരംഭിച്ചത്. സതിക്കെതിരായ തൻ്റെ പോരാട്ടത്തിൻ്റെ പ്രധാന ഭാഗമായിരുന്നു സംബാദ് കൗമുദി. 1836 ഈ പത്രത്തിൻ്റെ പ്രസിദ്ധീകരണം നിലച്ചു. ബംഗാളി ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും പ്രാവീണ്യം കുറവുള്ള ആളുകൾക്കായി രാജാറാം മോഹൻ റോയ് 1822 ആരംഭിച്ച പത്രമാണ് മിറാത്തുൽ അക്ബർ. മിറാത്തുൽ അക്ബർ എന്ന പത്രം പേർഷ്യൻ ഭാഷയിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും പുറത്തിറങ്ങിയിരുന്ന പത്രമായിരുന്നു. രാജാറാം മോഹൻ റോയിയുടെ 3ാമത്തെ പത്രമാണ് ബ്രാഹ്മണിക്കൽ മാഗസിൻ. 1822 പുറത്തിറങ്ങിയ ഈ പത്രം ഒരു റിലീജിയസ് പീരിയോഡിക്കൽ ആയിരുന്നു. ഇംഗ്ലീഷ് ഭാഷയിലാണ് പത്രം പ്രസിദ്ധീകരിച്ചത്. ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തകരുടെ പ്രചരണത്തെ തടയുക എന്ന ലക്ഷ്യം വെച്ചാണ് ബ്രാഹ്മണിക്കൽ മാഗസിൻ പുറത്തിറക്കിയത്. രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ പത്രപ്രവർത്തന മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. നമ്മൾ പരിശോധിക്കുന്ന അടുത്ത പത്രം 1868 പുറത്തിറങ്ങിയ അമൃത ബസാർ പത്രിക. ജസോർ എന്ന നഗരത്തിന് സമീപത്തെ അമൃത ബസാർ എന്ന ഗ്രാമത്തിൽ നിന്നാണ് ഈ പത്രം ആദ്യമായി പുറത്തിറങ്ങിയത്. സഹോദരങ്ങളായ ശിശിർ കുമാർ ഘോഷും മോട്ടിലാൽ ഘോഷുമാണ് ഈ പത്രം പുറത്തിറക്കിയത്. 1871 അതിൻ്റെ ആസ്ഥാനം കൽക്കട്ടയിലേക്ക് മാറി 1891 മുതൽ ദിനപത്രമായി പ്രസിദ്ധീകരിച്ചു. ബംഗാളി ഭാഷയിലും ഇംഗ്ലീഷിലും പുറത്തിറങ്ങിയ പത്രമാണ് അമൃത ബസാർ പത്രിക. ഇന്ത്യൻ ദേശീയ സമരത്തെ ആവോളം സഹായിച്ച ഒരു പത്രമാണ് അമൃത ബസാർ പത്രിക. 1983 വരെ തുടർച്ചയായി ഈ പത്രം കൽക്കട്ടയിൽ നിന്നും പ്രസിദ്ധീകരിച്ചു. തുടർന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഈ പത്രത്തിൻ്റെ അച്ചടി നിലച്ചു. ഈ സെഷനിൽ നമ്മൾ പരിശോധിക്കുന്ന 3ാമത്തെ പത്രം 1878 മദ്രാസിൽ നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച ദ ഹിന്ദു. ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടരായ ഉന്നത വിദ്യാഭ്യാസം നേടിയ 6 യുവാക്കൾ ചേർന്നാണ് ദ ഹിന്ദു പത്രം 1878 ആരംഭിച്ചത്. വീക്കിലി ആയി ആരംഭിച്ച പത്രം 1889 ദിനപത്രമായി. ജി സുബ്രഹ്മണ്യ അയ്യറും വി രാഘവ ചെരിയാറും ആയിരുന്നു ജോയിൻ്റ് ഓണേഴ്സ്.
ആദ്യ എഡിറ്റർ ജി സുബ്രഹ്മണ്യ അയ്യർ ആയിരുന്നു. ബ്രിട്ടീഷ് സമഗ്രാധിപത്യ ഭരണത്തിനെതിരെ പ്രതിഷേധമുയർത്തിക്കൊണ്ട് ആരംഭിച്ച പ്രധാനപ്പെട്ട പത്രമാണ് ദ ഹിന്ദു. ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യത്തിൽ ഉറച്ചുനിന്ന പത്രമാണ് ദ ഹിന്ദു. ആയിരത്തി 1888 ജി സുബ്രഹ്മണ്യ അയ്യർ പത്രത്തിൻ്റെ ഓണർഷിപ്പിൽ നിന്നും ഒഴിഞ്ഞു. 1904 വീരരാഘവ ചെരിയാർ പത്രത്തിൻ്റെ ഉടമസ്ഥാവകാശം എസ് കസ്തൂരി രംഗ അയ്യങ്കാർക്ക് വിറ്റു. 1904 മുതൽ കസ്തൂരി ആൻഡ് സൺസ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് പത്രത്തിൻ്റെ ഉടമസ്ഥാവകാശം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന രണ്ടാമത്തെ ഇംഗ്ലീഷ് പത്രമാണ് ദ ഹിന്ദു. ദക്ഷിണേന്ത്യയിൽ ഏറെ പ്രാധാന്യമുള്ള പത്രമാണ് ദ ഹിന്ദു. 1995 ആദ്യമായി വെബ്സൈറ്റ് ലോഞ്ച് ചെയ്ത പത്രമാണ് ദ ഹിന്ദു. ഹിന്ദു ഗ്രൂപ്പ് പുറത്തിറക്കുന്ന മറ്റു 2 പത്രങ്ങളാണ് ദ ബിസിനസ് ലൈൻ, ഹിന്ദു തമിഴ്. അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ബാലഗംഗാധര തിലക് പൂനെയിൽ നിന്നും 1881 ആരംഭിച്ച 2 പത്രങ്ങളെക്കുറിച്ചാണ്. കേസരി എന്ന പത്രം മറാത്തി ഭാഷയിലും മറാത്ത എന്ന പത്രം ഇംഗ്ലീഷിലും ബാലഗംഗാധര തിലക് ആരംഭിച്ചു. ആ കാലഘട്ടത്തിലെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടാണ് ഈ 2 പത്രങ്ങളും പ്രസിദ്ധീകരണം നടത്തിയത്. 1882 കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടിരുന്ന പത്രങ്ങളായിരുന്നു കേസരിയും മറാത്തയും. സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസ് പ്രവർത്തകനുമായിരുന്ന മൗലാന അബുൽ കലാം ആസാദ് 1912 കൽക്കത്തയിൽ നിന്നും ആരംഭിച്ച ഉറുദു പത്രമാണ് അൽ ഹിലാൽ. ചെറിയ കാലയളവിനകം വൻ ജനപ്രീതി നേടിയ പത്രമായിരുന്നു അൽ ഹിലാൽ. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ കടുത്ത വിമർശനങ്ങൾ അൽ ഹിലാലിലൂടെ പുറത്തുവന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവന്ന കിരാത പത്ര നിയമമായ 1914 ഇന്ത്യൻ പ്രസ് ആക്ടിനെ തുടർന്ന് അൽ ഹിലാൽ പത്രത്തിൻ്റെ പ്രവർത്തനം അവസാനിച്ചു. പ്രശസ്ത ബ്രിട്ടീഷ് പത്രപ്രവർത്തകനായിരുന്ന
BG ഹോണിമാൻ്റെ സഹായത്തോടുകൂടി 1919 മോട്ടിലാൽ നെഹ്റു ആരംഭിച്ച പത്രമാണ് ദ ഇൻഡിപെൻഡൻറ്റ്. ആദ്യ എഡിറ്റർ സെയ്ദ് ഹുസൈൻ എന്ന വ്യക്തി ആയിരുന്നു. പിന്നീട് പത്രത്തിൻ്റെ എഡിറ്ററായിരുന്ന മലയാളിയാണ് ജോർജ് ജോസഫ്. 1923 വരെ പത്രം പ്രസിദ്ധീകരണം നടത്തി. 1938 ജവഹർലാൽ നെഹ്റു ലക്നൌവിൽ നിന്നും ആരംഭിച്ച പത്രമാണ് ദ നാഷണൽ ഹെറാൾഡ്. ആദ്യ എഡിറ്റർ കെ രാമറാവു ആയിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമര കാലയളവിൽ പത്രം താൽക്കാലികമായി ഏറെ നാൾ അടച്ചിട്ടു. 1946 മുതൽ പത്രത്തിൻ്റെ എഡിറ്ററായിരുന്ന വ്യക്തിയാണ് ചലപതി റാവു. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് 2007 അടച്ചിട്ട പത്രം ഈ അടുത്ത കാലത്ത് വീണ്ടും പ്രസിദ്ധീകരണം ആരംഭിച്ചിട്ടുണ്ട്. ആയിരത്തി 1924 ഡൽഹിയിൽ നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രമാണ് ദ ഹിന്ദുസ്ഥാൻ ടൈംസ്. അകാലി മൂവ്മെൻറ്റ് ആണ് പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത്. മഹാത്മാഗാന്ധി ആയിരുന്നു പത്രത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. മലയാളിയായ KM പണിക്കർ ആയിരുന്നു ആദ്യ എഡിറ്റർ. ഇന്നും തുടർച്ചയായി പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന പത്രമാണ് ദ ഹിന്ദുസ്ഥാൻ ടൈംസ്. ബിർള ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലാണ് ഇന്ന് പത്രം പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ആദ്യ 3 പത്രങ്ങളിൽ ഇടം നേടിയ ഒരു പത്രമാണ് ഹിന്ദുസ്ഥാൻ ടൈംസ്. ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ മറ്റു പ്രസിദ്ധീകരണങ്ങളാണ് ബിസിനസ് പത്രമായ ദ മിൻറ്റ്, ഹിന്ദി പ്രസിദ്ധീകരണമായ ഹിന്ദുസ്ഥാൻ. 1931 വരദരാജലു നായിഡു മദ്രാസിൽ നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രമാണ് ദ ഇന്ത്യൻ എക്സ്പ്രസ്. പിന്നീട് ഈ പത്രം ഫ്രീ പ്രസ് ജേണലിൻ്റെ സ്ഥാപകനായ S. സദാനന്ദൻ്റെ കയ്യിലെത്തി. 1935 കോടതി വിധിയെ തുടർന്ന് S. സദാനന്ദന് പത്രത്തിൻ്റെ ഉടമസ്ഥാവകാശം നഷ്ടപ്പെട്ടു. വ്യവസായിയായിരുന്ന രാംനാഥ് ഗോയങ്കെ പത്രത്തിൻ്റെ ഏക ഉടമസ്ഥനായി. 1991 രാംനാഥ് ഗോയങ്കയുടെ നിര്യാണത്തെ തുടർന്ന് പത്രത്തിൽ വലിയ പ്രതിസന്ധി ഉടലെടുക്കുകയും 2 പത്രങ്ങളായി സ്പ്ലിറ്റ് ആവുകയും ചെയ്തു. ദ ന്യൂ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾക്ക് കരുത്തു പകർന്ന പത്രമാണ് ദ ഇന്ത്യൻ എക്സ്പ്രസ്. 1975 ആഭ്യന്തര അടിയന്തരാവസ്ഥക്കെതിരെ ധീരമായി പോരാടിയ പത്രം കൂടിയാണ് ദ ഇന്ത്യൻ എക്സ്പ്രസ്. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ബിസിനസ് പത്രമാണ് ഫിനാൻഷ്യൽ എക്സ്പ്രസ്. ഉടമസ്ഥാവകാശ തർക്കത്തെ തുടർന്ന് 1991 ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ നിന്നും വേർതിരിഞ്ഞു വന്ന പത്രമാണ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്. 1999 മുതലാണ് പത്രത്തിൻ്റെ പേര് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് മാറ്റിയത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറെ പ്രചാരമുള്ള പത്രമാണ് ഇന്ന് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്. ആയിരത്തി 1938 മുതൽ ഹൈദരാബാദിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന പത്രമാണ് ഡക്കാൻ ക്രോണിക്കിൾ. ഡക്കാൻ ക്രോണിക്കിളിൻ്റെ
ബിസിനസ് ന്യൂസ് പേപ്പറാണ് ഫിനാൻഷ്യൽ ക്രോണിക്കിൾ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എഡിഷനുകൾ ഉണ്ട്. ആയിരത്തി 1948 മുതൽ ബംഗളൂരുവിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന പത്രമാണ് ഡെക്കാൻ ഹെറാൾഡ്. മലയാളിയായ പോത്തൻ ജോസഫ് ആയിരുന്നു ആദ്യ എഡിറ്റർ. ടാബ്ലോയിഡ് ഫോർമാറ്റിൽ 1979 മുതൽ മുംബൈയിൽ നിന്നും പ്രസിദ്ധീകരിച്ചു വരുന്ന പത്രമാണ് മിഡ് ഡേ. ഇംഗ്ലീഷിലും ഉറുദുവിലും ഗുജറാത്തിയിലും എഡിഷനുകൾ ഉണ്ട്. ആയിരത്തി 1982 മുതൽ കൊൽക്കട്ടയിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന ഇംഗ്ലീഷ് പത്രമാണ് ദ ടെലഗ്രാഫ്. ആനന്ദ് ബസാർ പത്രിക ഗ്രൂപ്പ് ആണ് പത്രത്തിൻ്റെ ഉടമസ്ഥർ. ബംഗാളി ഭാഷയിൽ പ്രസിദ്ധീകരിക്കുന്ന ആനന്ദ് ബസാർ പത്രിക ഇവരുടെ സഹോദര പത്രമാണ്. പ്രശസ്ത പത്രപ്രവർത്തകനായ MG അക്ബർ 1994 ആരംഭിച്ച പത്രമാണ് ഏഷ്യൻ ഏജ്. ഡൽഹിയിലും മുംബൈയിലും കൊൽക്കട്ടയിലും എഡിഷനുകൾ ഉണ്ട്. ഏഷ്യൻ ഏജിൻ്റെ ഇൻ്റർനാഷണൽ എഡിഷൻ ലണ്ടനിൽ നിന്നാണ് പ്രസിദ്ധീകരിക്കുന്നത്.
2005 മുതൽ മുംബൈയിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന പത്രമാണ് ഡെയിലി ന്യൂസ് ആൻഡ് അനാലിസിസ് DNA. മുംബൈയിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ഇംഗ്ലീഷ് പത്രങ്ങളിൽ ഒന്നാണ് DNA.